ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഇലയട ഉണ്ടാക്കിയാലോ? നല്ല നാടൻ ടേസ്റ്റിൽ ഇലയട ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങ ചിരുകിയത്, ശർക്കര, ഏലക്ക പൊടിച്ചത്, അതുപോലെ നമ്മൾ ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ ഗോതമ്പ് മാവാണ് നല്ലത് കേട്ടോ. പിന്നെ അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിൽ ഇലയുടെ ആയതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇല നമ്മൾ എടുത്ത് വെക്കേണ്ടതുണ്ട്. അത് പാകത്തിന് തന്നെ മുറിച്ച് വെക്കുക. അതുപോലെ നമ്മൾ ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് നല്ല രീതിയിൽ അതിനെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് മാറ്റി വെച്ചിട്ട് നമ്മൾ ശർക്കരയും തേങ്ങ ചിരകിയതും എല്ലാം തന്നെ നല്ല രീതിയിൽ അതിനെ കുഴച്ച് അതിനെ മിക്സിംഗ് ഒക്കെ നല്ല രീതിയിൽ റെഡിയാക്കി വെക്കുക. അതിൽ ഏലക്ക ചേർക്കാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ മിക്സിംഗ് ഒക്കെ നല്ല രീതിയിൽ വെക്കുക. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇലയട ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇല എടുത്തതിന് പിന്നാലെ നമ്മൾ ആ ഗോതമ്പ് കുഴച്ചിരിക്കുന്ന മാവിന്ന് നമ്മൾ ഒരു പിടി മാവെടുത്ത് നമ്മൾ നല്ല രീതിയിൽ അതിനെ പരത്തി വെക്കുക. പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ മിക്സിങ് ചേർക്കുക. മിക്സിങ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരത്തി വെച്ചതിലെല്ലാം തന്നെ നല്ല രീതിയിൽ മിക്സിങ് ചേർത്ത് വെച്ചതിന് ശേഷമായിരിക്കണം നമ്മളത് മടക്കേണ്ടത്. അപ്പോൾ മടക്കുന്നതെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇലയുടെ വേവും അതനുസരിച്ചൊരു വേവായിരിക്കും വരിക. അപ്പോൾ എന്തായാലും ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഇഡ്ഡലി കുക്കറാണ്. അപ്പോൾ അതിലാണ് ഞാനിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വെള്ളം എല്ലാം തിളയ്ക്കാനായിട്ട് ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിലേക്ക് ഈ തട്ടിലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഇലയുടെ എല്ലാം തന്നെ അതിലേക്ക് വെക്കുക. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കുക്കർ അടയ്ക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ചെയ്യുക. മൂടി വെച്ച് ആവിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ സാധിക്കും. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇലയുടെ എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രുചിയൂർന്ന തരത്തിലായിട്ട് കണ്ടില്ലേ, ശർക്കരയും തേങ്ങയും എല്ലാം നല്ല രീതിയിൽ പാകമായി വന്നിട്ടുണ്ട്. ഇതൊരു വൈകുന്നേരം നമുക്ക് 4 മണി പലഹാരമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫീസിലോ സ്കൂളിലോ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് കൊടുത്തയക്കാം. എന്തായാലും ചായക്കൊപ്പം ഇത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. ഇനിയും പുതിയ വീഡിയോസുമായി എത്തുമ്പോഴേക്കും ബൈ.